കെമിക്കൽ ബോണ്ടിങ്ങിലെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്ന വാക്ക് തന്നെ അർത്ഥം എന്താ? ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് പ്രോപ്പർട്ടീസിൽ ആളുകൾ മിക്സ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ കെമിസ്ട്രി നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഹാവിംഗ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എനർജീസ് ടു ഫോം ന്യൂ ഓർബിറ്റൽസ് ഹാവിംഗ് ഇക്വാലന്റ് എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്പ്. ഓക്കെ, അതായത് നമ്മൾ സാധാരണയായിട്ട് ഇതിനെക്കുറിച്ച് എക്സാമ്പിൾസ് വെച്ച് പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടി ക്ലിയർ ആവുന്നത്. മാത്രമല്ല ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാകുന്ന ഓർബിറ്റലുകൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം, അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി നോക്കാം. മീഥെയിൻ എന്ന് വെച്ച് നോക്കാം. അപ്പൊ മീഥെയിന്റെ CH4 ആണ് മീഥെയിന്റെ ഫോർമുല. സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. നേരത്തെ ഞാൻ പറയുണ്ടായി ഒന്ന് അല്ലെ, അവിടെ ഒരെണ്ണം ഉള്ളത് ഏതാണോ അതായിരിക്കും സെൻട്രൽ ആറ്റം. മിക്കവാറും അതിൽ അങ്ങനെയാണ് വരാറുള്ളത്. അപ്പൊ ഇതില് ആ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ 1s2 2s2 2p2 ഇതാണല്ലോ വരുന്നത് അല്ലെ. നമുക്കതൊന്ന് വരച്ചു നോക്കാം. അതിന്റെ ആ ഒരു ഇത് വരയ്ക്കുമ്പോൾ കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയും. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഒന്ന് ഓർബിറ്റിൽ വെച്ചിട്ട് ഒന്ന് വരച്ച് കാണിക്കാം. അതായത് 1s എടുക്കുമ്പോൾ ഇതാണ് 1s, അവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ 2s എടുക്കുന്നു, അവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ 2p എടുക്കുന്ന സമയത്ത് അവിടെ പിയുടെ അകത്ത് 3 ഓർബിറ്റിൽ ഉണ്ടെന്ന് അറിയാലോ. 2 ഇലക്ട്രോൺസ് ആണല്ലോ, അപ്പോൾ ഓരോ ഓർബിറ്റിൽ ഓരോന്ന് കൊടുത്തു. പക്ഷെ നമുക്ക് നേരത്തെ ഇപ്പൊ തന്നെ തൊട്ട് മുമ്പ് നമ്മൾ ടോപ്പിക്കിൽ തൊട്ട് മുമ്പത്തെ ഇതിൽ കണ്ട വീഡിയോയിൽ കണ്ട കാര്യം പറയുന്നതാണ്. അവിടെ ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റിൽ പറയുന്ന കാര്യം ഇതാണ്. ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നത് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ ഈ പിയുടെ അകത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാർബണെ സംബന്ധിച്ചുള്ള 2 ബോണ്ടേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ കാർബണ് ഇവിടെ കാണുന്നുണ്ട് CH4, കാർബൺ 4 ബോണ്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളതിൽ ആകെ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ ഒരു സ്പേസ് ഫ്രീ ഉണ്ടല്ലോ. അപ്പൊ ഈ 2sൽ നിന്നും ഒരു ഇലക്ട്രോൺ നേരെ എക്സൈറ്റ് ചെയ്തിട്ട് ഈ 2pയിലേക്ക് വരും. അതായത് കാർബണിന്റെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഈ 1sലത്തെ അല്ല, 1s ഇലക്ട്രോൺ അതുപോലെ തന്നെ നിൽക്കും. ഈ 2sലെ ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? നേരെ ഈ 2pയിലേക്ക് വരും. 2pയിലേക്ക് വന്നു. അപ്പൊ 2pയിലെ ഓൾറെഡി 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്, അവിടേക്ക് ഒരെണ്ണം കൂടെ വന്നു അല്ലെ. ഇപ്പൊ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി? 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും ഒരുമിച്ച് ജോയിൻ ചെയ്യും. ഓക്കെ, ആ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ഷേപ്പുള്ള, ഇപ്പൊ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ഇതുപോലെയാണ് ഉള്ളത്. പിയുടെ ഷേപ്പ് ഒരു ഡംബൽ ഷേപ്പാണ്. പക്ഷെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ നടന്നത് ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്നതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ലോബുകൾ ഉണ്ട് അല്ലെ, 2 മെയിൻ ലോബ് ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നതിൽ ഒരു മെയിൻ ലോബ് ഉണ്ടായിരിക്കും, അതുപോലെ ചെറിയൊരു ലോബ് ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു ഓർബിറ്റലാണ് കിട്ടുന്നതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇതിൽ എത്ര ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു എസും 3 പിയുമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഹൈബ്രിഡൈസേഷൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈബ്രിഡൈസേഷനെ വിളിക്കുന്ന പേര് sp3 ഹൈബ്രിഡൈസേഷൻ എന്നാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓർബിറ്റൽ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് 4 എണ്ണം ഉണ്ടായിരിക്കും. ഇവിടെ 4 ഓർബിറ്റൽസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും, 4 എണ്ണം വരും. ഓക്കെ, 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. ഇനി ഇവിടേക്കെല്ലാം ഹൈഡ്രജൻ വന്നിട്ട് അവർ ഓവർലാപ്പ് ചെയ്തിട്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ എപ്പോഴും ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകുന്ന ബോണ്ട് സിഗ്മ ബോണ്ട് ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഇതിന്റെ ഷേപ്പ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ തീർച്ചയായിട്ടും ഹൈഡ്രജൻ വരുമ്പോൾ 4 ഇവിടെ ഓരോ ഹൈഡ്രജൻ ആറ്റംസ് ഇവിടെ വന്നിട്ട് അവർ ഇവിടെ നിന്ന് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4 ബോണ്ട് പെയർ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഷേപ്പ് വരുന്നത്, അല്ലെങ്കിൽ CH4ന്റെ ഷേപ്പ് നമ്മൾ നേരത്തെ VSEPR തിയറിയിൽ പഠിച്ചതാണ്. ടെട്രാഹീഡ്രൽ ഷേപ്പാണ് എന്ന് പറയുമ്പോൾ കാർബണിന് ചുറ്റും 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇങ്ങനെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലത്തെ ഷേപ്പിലാണ് വരയ്ക്കുന്നത് അല്ലെ. ഒരു മെയിൻ ലോബ് ഉണ്ടാവും. ടെട്രാഹീഡ്രൽ ഷേപ്പിലാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇതുപോലെ 4 എണ്ണം ഉണ്ടാവും. ഇവിടേക്കെല്ലാം ആര് വരുന്നു? ഹൈഡ്രജൻ ആറ്റംസ് വരുന്നു. ഹൈഡ്രജൻ ആറ്റംസ്, ഹൈഡ്രജന് ഹൈബ്രിഡൈസേഷൻ നടന്നിട്ടില്ല. ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ മാത്രമാണ് ഷേപ്പ് മാറുന്നത്. കണ്ടോ, ഇവിടെ ഒരു എസും 3 പിയും പങ്കെടുത്തുകൊണ്ടാണ് sp3 എന്ന് പറഞ്ഞത്. ഇനി അവിടെ ഒരു എസും 3 പി ആയിക്കോട്ടെ, അവിടെ എസിന്റെ ഷേപ്പും പിയുടെ ഷേപ്പും അല്ല അവർക്ക് കിട്ടിയത്. അവർ കിട്ടിയ ഷേപ്പ് എന്താണ്? ഐഡന്റിക്കൽ ഷേപ്പാണ്. എല്ലാവർക്കും ഒരേ ഷേപ്പാണ്. മാത്രമല്ല എല്ലാം ഒരേ എനർജിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഇവർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്. ആ ഹൈബ്രിഡൈസേഷനിൽ കിട്ടുന്നവർക്ക് എന്തായിരിക്കും? അവർക്ക് ഇക്വാലന്റ് എനർജിയും ആയിരിക്കും, ഐഡന്റിക്കൽ ഷേപ്പും ആയിരിക്കും. അവർ വിളിക്കുന്ന പേര് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടേക്ക് ആര് വരും? ഇവിടേക്ക് ഓരോ സ്ഥലത്തേക്കും ഹൈഡ്രജൻ ആറ്റംസ് വരികയും അവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വഴി അവിടെ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് CH4 ഉണ്ടാവുന്നത്. ബോണ്ട് ആംഗിൾ നമ്മൾ നേരത്തെ പഠിച്ച ബോണ്ട് ആംഗിൾ തന്നെയാണ്. 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് വരുന്നത്.
ഈ sp3-ലെ എസ് ക്യാരക്ടറും പി ക്യാരക്ടറും തീർച്ചയായിട്ടും എസും പിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഓർബിറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് എസിന്റെ സ്വഭാവവും പിയുടെ സ്വഭാവവും ഒക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ എത്ര എസിന്റെ ക്യാരക്ടർ ഉണ്ടായിരിക്കും, എത്ര പിയുടെ ക്യാരക്ടർ ഉണ്ടായിരിക്കും നമുക്ക് അറിയണം. അപ്പൊ മൊത്തം 4 ഓർബിറ്റലാണ് ഉള്ളത് അല്ലെ. അതിൽ എസ് എന്ന് പറയുന്നത് എത്രയാണ്, ഒരെണ്ണമാണ്. അപ്പൊ 1/4 ഇൻറ്റു പെർസെൻറ്റേജ് ആണെങ്കിൽ 100. അപ്പൊ 25% ആയിരിക്കും അതിന്റെ എസ് ക്യാരക്ടർ വരുന്നത്. ഓക്കെ, എസ് ക്യാരക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ പിയുടെ ക്യാരക്ടർ എത്രയായിരിക്കും വരുന്നത്, മൊത്തം 4-ൽ 3 പി ആണ്. ഓക്കെ, അപ്പൊ ഇൻറ്റു 100 ദാറ്റ് ഈസ് 75% എന്തായിരിക്കും, പി ക്യാരക്ടറും ആയിരിക്കും. ഓക്കെ, അപ്പൊ എസ് ക്യാരക്ടർ 25% ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പി ക്യാരക്ടർ 75% ഉണ്ട്. ക്ലിയർ ആണോ? ഇത്രയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് sp3 ഹൈബ്രിഡൈസേഷൻ ഒരു എക്സാമ്പിൾ CH4. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം, ഈഥെയിൻ. അപ്പൊ ഈഥെയിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് അറിയണം. അതായത് 2 കാർബൺ ആറ്റംസ് തമ്മിൽ ബോണ്ട് ഉണ്ട്, ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലെ. ഇങ്ങനെയാണ് അതിന്റെ ഏകദേശം ഒരു സ്ട്രക്ചർ വരുന്നത് നമുക്ക് അറിയണം. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു കാർബൺ എടുക്കുമ്പോൾ ചുറ്റിലും എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്. സിംഗിൾ ബോണ്ട് എല്ലാം സിഗ്മയാണെന്ന് നേരത്തെ ഞാൻ പറയുണ്ടായി. ഇപ്പൊ ഇവിടെ ചുറ്റിലും 4 സിഗ്മ ബോണ്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിലത്തെ ഒരു കാർബൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് തന്നെയാണ് തൊട്ടടുത്ത കാർബൺ വരുന്നത് അല്ലെ, സിമെട്രിക് ആയതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ കാർബൺ ചുറ്റും 4 സിഗ്മ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ടോ അതായിരിക്കും അതിന്റെ ഹൈബ്രിഡൈസേഷൻ നമ്പർ. അതായത് 4 എണ്ണം കിട്ടണമെങ്കിൽ ഒരു എസും 3 പിയും കൂടെ അവിടെ ഓർബിറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് sp3 ഹൈബ്രിഡ് ഓർബിറ്റേഴ്സ് വരണം. ഓക്കെ, അപ്പൊ അത് സിഗ്മ ബോണ്ടിന്റെ എണ്ണം നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു എസ് പിന്നെ പി, കാരണം എസിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. പിന്നെ അത് എസ് കഴിഞ്ഞാൽ അടുത്ത് പിയിലേക്ക് വേണം. പിയിലത്തെ 3 കൂടെ എടുത്തിട്ട് sp3 ഉണ്ടാക്കണം. നമുക്ക് നേരത്തെ നോക്കിയ പോലെ തന്നെ സെയിം ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ വ്യത്യാസമില്ല. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റും ഹൈബ്രിഡ് ഓർബിറ്റലും ഒക്കെ അതേ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അവർ ജോയിൻ ചെയ്താൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇപ്പൊ കാർബൺ ചുറ്റിലും 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പം അത് വരയ്ക്കുമ്പോൾ ഈ തരത്തിൽ വരയ്ക്കാം. ടെട്രൈഡ് ഷേപ്പിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. അപ്പം അത് ഇങ്ങനെയായിട്ട് വരച്ചാൽ മതി. ഈ സൈഡ് ഒന്ന് ചെരിച്ച് വരച്ചാൽ മതി. ഇവിടെ 4 എണ്ണം വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കും ടെട്രൈഡ് ഷേപ്പിൽ. ഓക്കെ, ദെൻ ഇവിടെ അതുപോലെ തന്നെ വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാൻ വരയ്ക്കുന്നതിൽ ചെറിയ അപാകതയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് വരയ്ക്കുക, കൃത്യമായിട്ട് 4 എണ്ണം വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഓവർലാപ്പിംഗ് നടന്നു, കണ്ടോ, ഇവർ ഓവർലാപ്പിംഗ് നടന്നു. ഇനി അടുത്തത് എന്താ വരുന്നത്, അടുത്തത് ഇതിൽ ഓരോന്നിലേക്കും ഓരോ ഹൈഡ്രജൻ വരണം അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തേക്കും ആര് വരും, ഓരോ ഹൈഡ്രജൻ ആറ്റംസ് ഇവിടെ വരും. ഹൈഡ്രജൻ ആറ്റംസ് ഇവിടെ വരുന്നുണ്ട്. ദെൻ ഹൈഡ്രജൻ ആറ്റംസ് ഇങ്ങനെ നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ ഹൈഡ്രജൻ ആറ്റംസ് 6 അല്ലേ, ഈ 6 ഇതിലേക്ക് ഇവിടുത്തെ 3 എണ്ണം ഇവിടുത്തെ 3 എണ്ണം അങ്ങനെ എന്ത് പോകുന്നു കണ്ടോ, CH3 സിംഗിൾ ബോണ്ട് CH3 ഇതുപോലെ വരും. ഓക്കെ, ഇതാണ് ഈഥെയിൻ. അപ്പോൾ ഈഥെയിൻ്റെ ഫോർമേഷൻ ചോദിക്കുമ്പോൾ ഇത് വെറുതെ വരച്ചാൽ പോരാ, ഇത് ഈ ഒരു പറഞ്ഞുള്ള സ്റ്റെപ്സ് എല്ലാം ഒന്നുകൂടെ എഴുതിയിട്ട് വേണം അത് എഴുതാനായിട്ട് കേട്ടോ. അടുത്ത നമുക്ക് അമോണിയയുടെ കേസ് നോക്കാം. അമോണിയയുടെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p3 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈട്രജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ആദ്യം 1s2 അല്ലെ. അപ്പോൾ 1s-ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ 2s-ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ 2p-ൽ 3 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അവിടെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 3 ഓർബിറ്റൽസ് കാണാൻ സാധിക്കും. ഇങ്ങനെ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. പക്ഷെ ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ആവശ്യമില്ല, കാരണം നൈട്രജന് 3 ഹൈഡ്രജൻ ആയിട്ട് തന്നെ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് തന്നെ മതിയല്ലോ. അപ്പൊ എന്താ ഉണ്ടാവുക, ഇവർ ഈ എസും ഈ 3 പിയും കൂടെ കമ്പൈൻ ചെയ്ത് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരിക നോക്കാം. അതായത് 4 ഓർബിറ്റൽ ഉണ്ട്. 4 ഓർബിറ്റലിൽ എന്ത് ചെയ്യുന്നു, ഇത് പെയർഡ് ആണ്, ഇത് 3 ഹാഫ് ഫിൽഡ് ആണ്. ഓക്കെ, ഇതിൽ ഓരോന്നിലും ആര് വരുന്നു, ഓരോ ഹൈഡ്രജൻ ആറ്റംസ് വരുന്നു. അങ്ങനെയാണ് അവിടെ അമോണിയ ഉണ്ടാവുന്നത്. നമുക്ക് അതിന് ഫിഗർ വരച്ച് നോക്കുകയാണെങ്കിൽ നൈട്രജൻ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടല്ലോ. 4 എണ്ണം വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കാം. ഓക്കെ, 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിൽ 3 സ്ഥലത്ത് മാത്രമേ ആര് ജോയിൻ ചെയ്യുള്ളൂ, ഹൈഡ്രജൻ ജോയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ അത് ഞാൻ വേറൊരു കളർ ഉപയോഗിച്ച് കാണിച്ചു തരാം. അതായത് ഇവിടെ ഹൈഡ്രജൻ വരുന്നു, ഇവിടെ ഹൈഡ്രജൻ വന്ന് സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നു, ഇവിടെ ഹൈഡ്രജൻ വന്ന് സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നു, ഇവിടെ ഹൈഡ്രജൻ വന്ന് സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു ഓർബിറ്റ് ബാക്കി നിൽക്കുന്നുണ്ട്. അവിടെയാണ് ആരുള്ളത്, ഈ ലോൺ പെയർ ഇരിക്കാം. ഓക്കെ, അവിടെ നമുക്ക് ലോൺ പെയർ ഉണ്ടായിരിക്കും, 2 ഇലക്ട്രോൺ പെയർ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ലോൺ പെയർ ഒഴികെ ബാക്കി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാഗണൽ പിരമിഡൽ ഷേപ്പ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഈ എസും പി കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരാൾ എന്താണ്, പെയർഡ് ആണ്. ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ആവശ്യമില്ല, കാരണം 3 എണ്ണം ഓൾറെഡി
ഹാഫ് ഫിൽഡായി നിൽക്കുന്നുണ്ട്. സിമിലർലി വാട്ടർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ആറ്റം ആരാണ്? ഓക്സിജൻ ആണ് അല്ലേ. ഒരെണ്ണമുള്ള ആളാണ് നമ്മൾ സെൻട്രൽ ആയിട്ടായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഓക്സിജൻ എടുക്കുമ്പോൾ ഓക്സിജൻ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 അപ്പോൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരുന്നത്? 1s2 2s2 2p2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഔട്ടർ മോസ്റ്റിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആദ്യം ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 1s ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ 2s ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. 2p ൽ 3 ഓർബിറ്റലുണ്ട്. സോറി കേട്ടോ, ഇവിടെ 2s2 2p4 ആണ്, അത് 8 അല്ലേ. അപ്പോൾ ഇവിടെ 2p4. അപ്പോൾ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 2 3 4 അല്ലേ. നമുക്ക് ഹൺസ് റൂൾ പ്രകാരം നമ്മൾ ഇങ്ങനെയാണല്ലോ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ടറായിട്ട് ഹൈഡ്രജനായിട്ട് ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ 2 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പോൾ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് മതി, അതവിടെ ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ എസും ഈ പിയും കൂടെ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഒരു എസും 3 പിയും ആയതുകൊണ്ട് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരും. ഓക്കെ, അപ്പോൾ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 ഓർബിറ്റൽ ഉണ്ട്. 4 ഓർബിറ്റലിൽ 2 എന്താണ്? പെയർഡ് ആണ്, 2 ഹാഫ് ഫിൽഡ് ആണ്. ഓക്കെ, ഈ 2 ഹാഫ് ഫിൽഡിലേക്കാണ് ഹൈഡ്രജൻ ആറ്റംസ് വരുന്നത് മനസ്സിലാക്കുക. അപ്പോൾ അതെങ്ങനെ വരയ്ക്കും? ഇവിടെ 4 ആയതുകൊണ്ട് ഓക്സിജനിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കണം അല്ലേ. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. അതിൽ 2 ഹൈഡ്രജൻ വരുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ ആലോചിക്കുക. 2 മാത്രമാണ് ഹൈഡ്രജൻ വരിക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, അതുപോലെ തന്നെ വേറെ ഇവിടെയും ഹൈഡ്രജൻ വന്നു. ബെൻഡ് ഷേപ്പിലാണല്ലോ നിൽക്കുന്നത് അല്ലേ. അതായത് ഇതുപോലെ ബെൻഡ് ഷേപ്പിൽ നിൽക്കും. ബാക്കി 2 സ്ഥലത്തു നിന്നുണ്ടായിരിക്കും ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വാട്ടറിൻ്റെ ഇത് വരുന്നത്. ബോണ്ട് ആംഗിളിൽ നേരത്തെ പറഞ്ഞതാണ് 104.5 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്തത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ട്രൈഗണൽ പ്ലാനാർ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ sp3 നമ്മൾ ടെട്രൈഡൽ ഹൈബ്രിഡൈസേഷൻ പറയും കേട്ടോ. കാരണം sp3 വഴി ഉണ്ടാവുന്നതല്ല, ടെട്രൈഡൽ ഷേപ്പിലാണല്ലോ അതിൻ്റെ ഒരു ബേസിക് ജോമെട്രി വരുന്നത്. ഇവിടെ sp2-നകത്ത് 3 ഓർബിറ്റലാണ് ഉണ്ടാവുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കി നോക്കാം. ഒന്നാമത്തെ ഫോർമേഷൻ ഓഫ് BCl3. BCl3 എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമ്പിൾ അതിലത്തെ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം, അറ്റോമിക് നമ്പർ 5 ആണ്. അപ്പം എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരുന്നത്? 1s2 2s2 2p1. ഓക്കെ, അപ്പം അതിൻ്റെ ബോറോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം 1s ൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ 2s ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ദെൻ 2p ൽ 1 ഇലക്ട്രോൺ. ഓക്കെ, 2p ൽ 1 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലേ ഉള്ളൂ. പക്ഷെ BCl3 വേണമെങ്കിൽ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം അല്ലേ? ബോറോൺ 3 ക്ലോറിനായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 1s ൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ 2s ൽ നിന്ന് 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും? അങ്ങനെയാണ് സംഭവിക്കുക. ഇവിടെ നിന്ന് 2s ൽ 1 ഇലക്ട്രോൺ എടുത്ത് ഇങ്ങോട്ട് പിയിലേക്ക് പോകും അല്ലേ. അപ്പോൾ 2s ലെ ഇവിടെ 2p വന്നു, ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ വന്നു. ഓക്കെ, ഇവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്താണ്. ഇപ്പം 3 ഹാഫ് ഫിൽഡ് ആയല്ലോ. അപ്പോൾ ഇനി ഈ 3 തമ്മിൽ ഓവർലാപ്പ് ചെയ്താൽ മതി. ഇവിടുത്തെ ഈ ഇലക്ട്രോൺ ഇല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യേണ്ട? ഓവർലാപ്പിംഗിൽ വരണ്ട, അല്ലെങ്കിൽ ഇവർ 3 ഓവർലാപ്പിംഗ് അല്ല, ഇവർ 3 പേരും ഹൈബ്രിഡൈസേഷൻ പങ്കെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോൺ ഇല്ലാത്തത് ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഒരു എസും 2 പിയും. അതുകൊണ്ടാണ് sp2 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. അങ്ങനെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ലേ ഉണ്ടാവും. അതായത് ഇങ്ങനെ 3. നമ്മളിനി അവരെ എസ് എന്നോ പി എന്നോ വിളിക്കാൻ പാടില്ല. കാരണം അവിടെ കമ്പൈൻ ചെയ്തത് പുതിയ ഓർബിറ്റൽസായി, പുതിയ ഷേപ്പായി മാറി, പുതിയ എനർജിയായി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം. ബോറോണ് ചുറ്റും 3 എപ്പോഴും എങ്ങനെ നിൽക്കുന്നത്? ട്രൈഗണൽ പ്ലാനാർ ഷേപ്പിലാണ്. അതായത് 120 ഡിഗ്രിയിലാണ് 3 എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 3 ഇതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടേക്ക് ആര് വരുന്നു? ക്ലോറിൻ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ക്ലോറിൻ്റെ അവിടെ ഹൈബ്രിഡൈസേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. 17 ആണ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ 1s2 2s2 2p6 3s2 3p5 എന്ന് വരും. ഓക്കെ, അതായത് ഔട്ടർ മോസ്റ്റിൽ അതിൽ ഇലക്ട്രോൺ ഇല്ലാതെ കിടക്കുന്ന പിയിലാണ്. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ പി ഓർബിറ്റിലാണ് ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ പി ഓർബിറ്റ്, ഇതൊരു ക്ലോറിൻ ആണ്. അതുപോലെ ഇവിടെ ക്ലോറിൻ ഉണ്ടായിരിക്കും. ക്ലോറിൻ ആയാലും ഫ്ലൂറിൻ ആയാലും ഒക്കെ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, പി ഓർബിറ്റൽസ് വരും. അപ്പോൾ ഇവിടെ 3 ഫ്ലൂറിനായി വരും. അപ്പോൾ എല്ലാം 120 ഡിഗ്രിയിലാണ് അത് അറേഞ്ച് ചെയ്യണമെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തതാണ് sp2 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ ആയിട്ടുള്ള ഫോർമേഷൻ ഓഫ് എത്തീൻ ഓർ എത്തിലീൻ.
അത് C2H4. നമുക്ക് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആദ്യം വരയ്ക്കാം, എന്നിട്ട് നമുക്കത് എഴുതുന്നതാണ് നല്ലത്. അതായത് എത്തീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 2 കാർബൺ ആറ്റംസ് ഉണ്ട്, അവിടെ നടുഭാഗത്ത് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. പിന്നെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഓരോന്നിലും ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കാർബണിൽ ചുറ്റിലും 4 ബോണ്ട് ഉണ്ട് അല്ലെ. ആ 4 ബോണ്ടിൽ പക്ഷേ 3 പേര് മാത്രമേ സിഗ്മ ബോണ്ട് ഉള്ളൂ. ഓക്കെ, ഒരാള് പൈ ബോണ്ടാണ്. ഒരു സിംഗിൾ കാർബൺ എടുക്കുക, ഒരു സിംഗിൾ കാർബൺ എടുക്കുമ്പോൾ ഇത് സിഗ്മയാണ്, ഇത് സിഗ്മയാണ്, ഇത് സിഗ്മയാണ്. ഡബിൾ ബോണ്ട് ഒരാൾ സിഗ്മയും ഒരാൾ പയ്യും അല്ലേ. അപ്പൊ മൊത്തം 4 3 സിഗ്മയും 1 പയ്യും. അപ്പൊ എത്ര സിഗ്മ ബോണ്ട് ഉണ്ടോ അത്ര മാത്രമേ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടായാൽ മതി. ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാവുന്നതാണ് സിഗ്മ ബോണ്ട് അല്ലെ. അപ്പൊ 3 സിഗ്മ ബോണ്ട് കിട്ടണമെങ്കിൽ ഏത് ഹൈബ്രിഡൈസേഷൻ വേണം? ഒരു എസും 2 പിയും പങ്കെടുക്കുന്ന sp2, അപ്പോഴല്ലേ 3 ഓർബിറ്റ് വരുന്നത്. ഈ പൈ ബോണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഹൈബ്രിഡൈസേഷൻ വേണ്ട കാര്യമില്ല. അപ്പൊ അത് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വഴിയാണ് ഉണ്ടാവുക. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. അപ്പൊ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ എഴുതാം. കാർബണിന്റെ 6. അപ്പൊ കോൺഫിഗറേഷൻ വരുമ്പോൾ 1s2 2s2 2p2 എന്ന് വരും. അപ്പൊ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? നേരത്തെ നമ്മൾ കണ്ടതാണ്. 1s 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 2s 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, 2p 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ആ പക്ഷെ പിയിൽ 3 ഓർബിറ്റിൽ ഉണ്ട്, 2 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് മാത്രം. പക്ഷെ 4 ബോണ്ട് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 ബോണ്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും 4 ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസ് വേണം. അതുകൊണ്ട് ഒരെണ്ണം ഇവിടുന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചാടി അല്ലെ, ഇവിടുന്ന് എസിൽ നിന്ന് പിയിലേക്ക് നേരെ എക്സൈറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റ് അവിടെ ചാടുക എന്ന് തന്നെ വിചാരിച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എക്സൈറ്റഡ് സ്റ്റേറ്റ് അതായത് എന്ത് ചെയ്യണം? ഈ 1s 2 ഉണ്ട്, പിന്നെയോ 2s ഒരെണ്ണം, ഇവിടുന്ന് ഒരെണ്ണം ഇങ്ങോട്ട് ചാടിയല്ലോ. അപ്പൊ ഇവിടെ ഒരെണ്ണം അല്ലേ ഉള്ളൂ, പിയില് 3 എണ്ണമായി അല്ലെ, 3 ഹാഫ് ഫീൽഡ് ആയി. അപ്പൊ മൊത്തം എന്താണ് ഇവിടെ 4 ഹാഫ് ഫീൽഡ് ആയിട്ടുണ്ട്. പക്ഷെ 4 ഹാഫ് ഫീൽഡ് 4 ബോണ്ട് ഉണ്ടാക്കാനാ. പക്ഷെ നമുക്ക് 4 എണ്ണം ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കണോ? വേണ്ട. 3 എണ്ണം പങ്കെടുത്താൽ മതി. കാരണം എന്തുകൊണ്ടാ? 3 സിഗ്മ ബോണ്ട് ആണല്ലോ വേണ്ടത്. അപ്പൊ 3 എണ്ണം മാത്രം ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഇത് വരിക നമുക്ക് നോക്കാം. അതായത് ഈ 1s അവിടെ നിൽക്കും, 1s അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇത് 3 ഹൈബ്രിഡൈസ്, ഒരു എസും 2 പിയും. അപ്പൊ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്താണ് 3 എണ്ണം ഉണ്ടാവും. ഹൈബ്രിഡ് ഓർബിറ്റൽസ് 3 എണ്ണം ഉണ്ടായിരിക്കും. ദെൻ അവിടെ ഓരോ ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. പിന്നെ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാതെ ഈ ലാസ്റ്റ് വൺ അവിടെ 2p നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാണ്ടാത്തത്? നമുക്ക് 3 എണ്ണം മാത്രം സിഗ്മ ബോണ്ട് മതി അല്ലെ. ഇത് എങ്ങനെയാണ് ഫിഗർ വരയ്ക്കുമ്പോൾ ചെയ്യാന്ന് കാണിക്കാം. ശ്രദ്ധിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഫിഗർ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു കാർബൺ എടുക്കുമ്പോൾ അതിന് ചുറ്റും 3 സിഗ്മ ബോണ്ട് ആണ്. അപ്പൊ 3 സിഗ്മ ബോണ്ട് എപ്പോഴും അറേഞ്ച് ചെയ്യുന്ന ട്രയാങ്കിൾ പ്ലാനാറിലായിരിക്കും. 120 ഡിഗ്രിയിൽ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 120 ഡിഗ്രിയിൽ വരയ്ക്കാം. ഓക്കെ, ദെൻ അതിനിടയിൽ നമ്മൾ ഈ ബോണ്ടുകൾ ആലോചിച്ച് നോക്കൂ. ഇതിലത്തെ ഒരു സിഗ്മ ബോണ്ട് അടുത്ത കാർബൺ ആയിട്ടാണ്. അപ്പോൾ സെയിം കാര്യമാണ് അടുത്ത കാർബൺ ഉള്ളത്. അപ്പോൾ അവിടെ ഇതുപോലെ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഒരു സിഗ്മ ബോണ്ട് ഇവർ തമ്മിൽ ഉണ്ടാവും, ഇങ്ങനെ വരും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഓവർലാപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടേക്ക് എന്ത് വരും? ഈ സൈഡിലേക്ക് ഒരു ഹൈഡ്രജൻ ആറ്റം, നമുക്ക് അത് വേണമെങ്കിൽ വേറൊരു കളർ ഉപയോഗിച്ച് ഞാൻ കാണിക്കാം. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നിട്ടുണ്ടായിരിക്കും, ഇവിടെ വേറെ ഹൈഡ്രജൻ, ഇവിടെ. അപ്പോൾ ഇതൊരു ഹൈഡ്രജൻ ആറ്റമാണ്, ഇത് ഹൈഡ്രജൻ ആറ്റമാണ്, ഇവിടെ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. ഇതുപോലെ ഇവിടെയും ഹൈഡ്രജൻ ആറ്റം വരും. അപ്പോൾ നമ്മളെല്ലാം സിംഗിൾ ബോണ്ടുകളും എല്ലാ സിഗ്മ ബോണ്ടുകളും ഇവിടെ ഉണ്ടായി കഴിഞ്ഞു അല്ലേ. എല്ലാ സിഗ്മ ബോണ്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓവർലാപ്പിംഗ് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൈ ബോണ്ട് മാത്രം ബാക്കിയുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓർബിറ്റിൽ ബാക്കി നിൽക്കുന്നുണ്ട് ഹാഫ് ഫീൽഡ് ആയിട്ട് അല്ലേ. അതാരാണ്? 2p താട്. അപ്പൊ അത് എന്ത് ചെയ്യണം? അത് അവിടെ ബാക്കി. അപ്പൊ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാത്തത് കാരണം ഈ 2p ഷേപ്പ് മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ 2p ഷേപ്പ് എന്താ? ഡംബൽ ഷേപ്പ്. അത് അതുപോലെ തന്നെ നിൽക്കും. അതായത് ഇതുപോലെ p ഷേപ്പ് ഡംബൽ ഷേപ്പിൽ ഇങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഡംബൽ ഷേപ്പ് നിൽക്കും. അവരെങ്ങനെ ഓവർലാപ്പ് ചെയ്യും? സൈഡിലൂടെ ഓവർലാപ്പ് ചെയ്യും. ഇപ്പൊ സൈഡിലൂടെ ഓവർലാപ്പ് ചെയ്യും മനസ്സിലാക്കണം. ഈ മുകളിലത്തെ ലോബും താഴത്തെ ലോബും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഡോട്ടല്ലേ, ഇത് കണ്ടിട്ട് 2 ഓവർലാപ്പിംഗ് എന്ന് വിചാരിക്കരുത്. ഇത് സിംഗിൾ ഓവർലാപ്പിംഗ് ആണ്. മുകൾ ഭാഗം ഓവർലാപ്പ് ചെയ്യും, താഴ്ഭാഗം ഓവർലാപ്പ് ചെയ്യും. അപ്പൊ ഈ കാർബൺ തമ്മിൽ ഒരു ഡയറക്റ്റ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് സിഗ്മ ബോണ്ടും ഉണ്ടായി, പിന്നെ ഒരു പൈ ബോണ്ടും ഉണ്ടായി അല്ലെ. അപ്പൊ ഡബിൾ ബോണ്ട് ഫോം ചെയ്തല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എത്തീൻ അല്ലെങ്കിൽ എത്തിലീൻ, പേര് തെറ്റിപ്പോകരുത്. അപ്പൊ എത്തിലീൻ എന്നായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ് ക്യാരക്ടറും പി ക്യാരക്ടറിന്റെ കേസ് നമുക്ക് നോക്കണം. ഇപ്പൊ sp2 അകത്ത് എസ് ക്യാരക്ടർ എത്ര ഉണ്ടായിരിക്കും നോക്കാം. ഇത് എസ് ക്യാരക്ടർ എത്ര വരും? മൊത്തം 3 ഓർബിറ്റിലകത്ത് ഒരാളാണ് എസ്. അപ്പൊ 1/3 അല്ലെ ഇൻറ്റു 100 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 33.33% ആണ് എസ് ക്യാരക്ടർ വരുന്നത്. ഇനി പി ക്യാരക്ടർ എത്രയായിരിക്കും? മൊത്തം 3 ഓർബിറ്റിൽ 2 പേരാണ് ആരുള്ളത്?
ഈ പി ഓർബിറ്റിലുള്ളത്. സോ 2/3 × 100 അഥവാ 66.66% ആയിരിക്കും പി ക്യാരക്ടർ വരുന്നത്. അതും കൂടെ അറിഞ്ഞിരിക്കണം. ഇനി നോക്കാൻ പോകുന്നത് എസ് പി ഹൈബ്രിഡൈസേഷൻ ആണ്. എസ് പി ഹൈബ്രിഡൈസേഷൻ അഥവാ ലീനിയർ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നോക്കാം. അതായത് എസ് പി എന്ന് പറയുമ്പോഴത്തേക്കും 2 ഓർബിറ്റലേ ഉള്ളൂ. അപ്പൊ എസ് ക്യാരക്ടർ എത്ര വരും? 2 എണ്ണത്തിൽ ഒരെണ്ണമാണ് എസ് അല്ലെ. അപ്പൊ 1/2 × 100. 50% എന്തായിരിക്കും? എസ് ക്യാരക്ടർ ആയിരിക്കും. അതുപോലെ പിയും അത് ആകെ 2 ഓർബിറ്റലേ ഉള്ളൂ. അതിലത്തെ ഒരെണ്ണം ആരാ? പി ആണ്. അപ്പൊ പി എത്ര വരും? അത് 50% വരും. ഓക്കെ, നമുക്ക് ഫോർമേഷൻ ഓഫ് BeCl2 അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. BeCl2 എസ് പി ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ ആണ്. ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വരും 1s2 2s2 അല്ലേ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒന്ന് വരച്ചു നോക്കാം. ബെറീലിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക? 1s-ൽ 2 ഇലക്ട്രോൺ, ദെൻ 2s-ൽ 2 ഇലക്ട്രോൺ. ഓക്കെ, 2 ഇലക്ട്രോൺ. ഓക്കെ, അത് കുറച്ച് വലുതായി വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് എക്സൈറ്റ് ചെയ്ത് പോകാനായിട്ട് വല്ലവരും ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഇവിടെ 2p എന്ന് പറയുന്ന ഓർബിറ്റിൽ അപ്പുറത്ത് എടുക്കുന്നുണ്ട്. നമ്മളത് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ അല്ലെ. 2pയിൽ അവിടെ ഒരു ഇലക്ട്രോൺ ഇല്ലാതെ വെറുതെ 3 ഓർബിറ്റിൽ എടുക്കുന്നുണ്ട് സെക്കൻഡ് ഷെല്ലിൽ. അപ്പൊ എന്താ ചെയ്യുക? നമുക്ക് 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ ഉണ്ടെങ്കിലല്ലേ ഇവിടെ 2 ക്ലോറിനായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഈ എസിലത്തെ ഒരു ഇലക്ട്രോൺ എടുത്ത് എവിടെ പോകണം? പിയിലേക്ക് പോകണം അല്ലെ. അപ്പൊ ബെറീലിയത്തിൽ നിന്നും ബെറീലിയത്തിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റ് മീൻസ് ഇവിടത്തെ ഈ ഒരു 2s-ലെ ഒരു ഇലക്ട്രോൺ എവിടേക്ക് പോകും? നമ്മുടെ 2pയിലേക്ക് പോകും. അപ്പൊ ഇതിന് മേലെ കറക്റ്റ് പേര് എഴുതാൻ മറക്കരുത് കേട്ടോ. അത് എല്ലാത്തിലും അങ്ങനെ എഴുതേണ്ടതാണ്. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ അത് ഇവിടെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അത് ഞാൻ മായ്ച്ച് വരയ്ക്കാം. അതായത് ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ ആണ്. ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? നേരെ പിയിലേക്ക് പോയി. ഓക്കെ, 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റലായി. ഈ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യും. അപ്പൊ 2 എണ്ണം ആരൊക്കെയാണ്? 2 എണ്ണം, ഒരു എസും ഒരു പിയും. അപ്പൊ ഇത് ഹൈബ്രിഡൈസേഷനായി മാറും, എസ് പി ഹൈബ്രിഡൈസേഷൻ അല്ലെ. അങ്ങനെ ഉണ്ടാകുന്ന ഓർബിറ്റൽ നമ്മൾ എന്ത് വിളിക്കും? എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയും. അപ്പൊ നമുക്ക് 2 ഓർബിറ്റൽ അങ്ങനെ കിട്ടും അല്ലെ. എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽ 2 എണ്ണം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പൊ 2 എണ്ണം ആയതുകൊണ്ട് തന്നെ അത് ലീനിയർ ഷേപ്പിലാണ് വരിക. ബെറിയത്തിന് ചുറ്റും 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതായത് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരും. അതിലേക്ക് ഇനി ആരാ വരുന്നത്? ക്ലോറിന്റെ ഏത് ഓർബിറ്റലാണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് പി ഓർബിറ്റലാണ് വരിക അല്ലെ. അപ്പൊ അത് ഇതുപോലെ ലീനിയർ ഷേപ്പിൽ 2 സൈഡിൽ ക്ലോറിന്റെ പി ഓർബിറ്റൽ വരികയും അവർ ഓവർലാപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, 180 ഡിഗ്രി ആണ് ഇവിടെ വരുന്നത് എന്നിവിടെ അറിഞ്ഞിരിക്കണം. അടുത്താണ് ഫോർമേഷൻ ഓഫ് എത്തൈൻ ഓർ അസറ്റിലൈൻ. അപ്പൊ എത്തൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ആദ്യം തന്നെ സ്ട്രക്ചർ വരയ്ക്കുക. അതായത് C2H2 എന്ന് പറയുമ്പോൾ കാർബൺ, ട്രിപ്പിൾ ബോണ്ട് കാർബൺ, ഹൈഡ്രജൻ 2 എണ്ണം വരും അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു കാർബൺ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ 4 ബോണ്ട് ചുറ്റിലുള്ളതിൽ 2 സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ടാണ്. ഇവിടെ ഇത് സിഗ്മയാണ്. ഇതിവിടെ ഈ ട്രിപ്പിൾ ബോണ്ടിൽ ഒരാൾ സിഗ്മയും 2 പേര് പയ്യുമാണ് അല്ലെ. അപ്പൊ 2 സിഗ്മയും 2 പയ്യും ആണുള്ളത്. അപ്പൊ സിഗ്മ ഉണ്ടാവണത് മാത്രമേ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാവേണ്ടുള്ളൂ. അതുകൊണ്ട് 2 സിഗ്മ കിട്ടണമെങ്കിൽ ഒരു എസും ഒരു പിയും കൂടെ കമ്പൈൻ ചെയ്താൽ മതി. അപ്പൊ എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് വഴി ഈ 2 സിഗ്മ ഉണ്ടാവും. മറ്റേത് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വഴി ഉണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്യാം. നേരത്തെ ഇതുപോലെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അത് കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. സോ 1s2 2s2 2p2 എന്ന് വരും. കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. അതായത് 1s-ൽ 2 ഇലക്ട്രോൺ, 2s-ൽ 2 ഇലക്ട്രോൺ, 2p-ൽ 2 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇവിടെ പക്ഷെ മൊത്തം മനസ്സിലാക്കണം, മൊത്തം 4 ബോണ്ട് ഉണ്ട്. അപ്പൊ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. 2 എണ്ണം മാത്രം ഹൈബ്രിഡൈസേഷൻ പങ്കെടുത്താൽ മതി എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് ഒരെണ്ണം എന്ത് ചെയ്യണം? ഇവിടുന്ന് എക്സൈറ്റ് ചെയ്ത് ഇപ്പുറത്ത് പോകണം അല്ലെ. അങ്ങനെ എക്സൈറ്റ് ചെയ്ത് പോയതിനു ശേഷം കാർബണിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വരയ്ക്കാം. എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എങ്ങനെ വരും? 1s-ൽ ഇവിടെ ഇലക്ട്രോൺ, അതിൽ മാറ്റമില്ല. 2s-ൽ ഒരെണ്ണം, ദെൻ 2p-ൽ ഇവിടെ നിന്ന് ഒരെണ്ണം എക്സൈറ്റ് അങ്ങോട്ട് പോകുന്നു, 4 എണ്ണം ആവുന്നു അല്ലെ. അപ്പൊ ഇവര് എന്ത് ചെയ്യും? ഈ 4 കൂടെ കമ്പൈൻ ചെയ്യും. 4 എണ്ണം കൂടെ കമ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് 2 എണ്ണം അല്ലേ, 2 സിഗ്മ ബോണ്ട് അല്ലേ വേണ്ടുള്ളൂ. അപ്പൊ എസ് പി ഹൈബ്രിഡൈസേഷൻ മതിയല്ലോ. അപ്പൊ എന്തുണ്ടാവാ? ഒരു എസും ഒരു പിയും കൂടെ കമ്പൈൻ ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളത് അവിടെ നിൽക്കും. അപ്പൊ നമുക്ക് അതൊന്ന് സെപ്പറേറ്റ് കാണിക്കാം. അതായത് എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ 1s ഓർബിറ്റിൽ അതുപോലെ തന്നെ നിൽക്കും 2 എണ്ണം. ഇനി ഈ എസും പിയും കൂടെ കമ്പൈൻ ചെയ്ത് എസ് പി ഹൈബ്രിഡ് ഓർബിറ്റലായി മാറും അല്ലെ. എസ് പി ഹൈബ്രിഡ് ഓർബിറ്റൽസ് എത്ര എണ്ണം ഉണ്ടായിരിക്കും? 2 എണ്ണം ഉണ്ടാവും. അതാ 2 എണ്ണം ഉണ്ടാവും. പിന്നെ ബാക്കി 2 എണ്ണം ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാതെ 2p 2 എണ്ണം ഉണ്ടായിരിക്കും. ഓക്കെ,
അപ്പൊ നമുക്കിത് എങ്ങനെയാ വരയ്ക്കാൻ നോക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പൊ കാർബണിന് ചുറ്റിലും 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് sp. ഈ 1s നോക്കണ്ട കേട്ടോ, ഔട്ടർ മോസ്റ്റ് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ, ഈ ഒരു പോർഷൻ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതിൽ 2 എസും പിയും കൂടെ ഹൈബ്രിഡൈസേഷൻ പങ്കെടുത്തു, പക്ഷെ ഷേപ്പ് മാറി അല്ലേ. അപ്പോൾ sp ഹൈബ്രിഡൈസേഷൻ അതുകൊണ്ട് ലീനിയറിലാണ് വരുന്നത്. ഇവിടെ ഈ 2 വരും അല്ലേ. അപ്പോൾ നോക്കൂ, ഒരു സിഗ്മ ബോണ്ട് ഹൈഡ്രജനായിട്ട്, അപ്പുറത്തെ സിഗ്മ ബോണ്ട് അടുത്ത കാർബണായിട്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ 2 ഉണ്ട്. അപ്പുറത്തെ കാർബൺ എടുക്കുമ്പോൾ അവിടെയും ഇതുപോലെ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്താ ഉണ്ടാവുക, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അവിടെ ഹൈഡ്രജൻ ആറ്റം വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരച്ചു, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരച്ചു അല്ലേ. അവർ സിഗ്മ ബോണ്ട് ഉണ്ട്. അപ്പോൾ സിഗ്മ ബോണ്ടിലെല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി പൈ ബോണ്ട് വേണം. എത്ര പൈ ബോണ്ട് ഉണ്ട്, 2 പൈ ബോണ്ട് ഉണ്ട്. ആ 2 പൈ ബോണ്ടിനാണ് ഇവിടെ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2 ഓർബിറ്റൽസ് നിൽക്കുന്നത്. അപ്പോൾ 2 പി ഓർബിറ്റൽ ഉണ്ടല്ലോ, 2 പി ഓർബിറ്റൽസ് വരയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു പി ഓർബിറ്റൽ ഇതുപോലത്തെ ഈ ഒരു ആക്സിസിൽ വരയ്ക്കുന്നു, ഈ ഒരു ആക്സിസിൽ വരച്ചു. അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്തു, ലാറ്ററൽ ഓവർലാപ്പിംഗ് നടന്നു. അപ്പോൾ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു കേട്ടോ. ഓൾറെഡി ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, അത് മറക്കണ്ട. ദെൻ ഇനി ഒരു പി ഓർബിറ്റലും കൂടെ ഹൈബ്രിഡൈസേഷൻ പങ്കെടുക്കാതെ നിൽക്കുന്നുണ്ട്, അത് നമുക്ക് വരയ്ക്കാം. അതായത് ഇവിടെ പങ്കെടുക്കുക, അതായത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതുപോലത്തെ വേറെ ഒരെണ്ണം കൂടി ഇപ്പുറത്തുണ്ടായിരിക്കും, അതും ഇതുപോലെ സൈഡിലൂടെ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇത് മുകളിലും താഴെയും ഓവർലാപ്പിംഗ് കൂടെ ഒറ്റ ഓവർലാപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ എത്ര ഇതുണ്ടായി, സൈഡ് വൈസ് ഓവർലാപ്പിംഗ്, 2 സൈഡ് വൈസ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ 2 പൈ ബോണ്ട് ഉണ്ടായി. ഇവിടെ നേരെ ഒരെണ്ണം ഫോം ചെയ്യുന്ന ഒരു സിഗ്മ ബോണ്ട് ഉണ്ടായി. അപ്പോൾ ഇതാണ് നമുക്ക് അസിറ്റീലിൻ്റെ സ്ട്രക്ചർ വെച്ച് വരയ്ക്കേണ്ടത്. അപ്പോൾ എത്തൈൻ ഓർ അസിറ്റീൻ കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും